ഗ്രന്ഥാലയം കെട്ടിടത്തിനുള്ള തറക്കല്ലിടൽ ചടങ്ങിലും കാരുണ്യത്തിന്റെ കയ്യൊപ്പ് ചാർത്തി എണ്ണപ്പാറ പേരിയയിലെ ത്രിവേണി ക്ലബ്ബ്. രോഗദുരിതങ്ങൾ വേട്ടയാടുന്ന തമ്പായിയമ്മയ്ക്കാണ് ഇത്തവണ ഇവർ സാന്ത്വന സഹായം നൽകിയത്. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. നാടിന്റെ നല്ല മാറ്റവും മുന്നേറ്റവും മുൻനിർത്തിയുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളിലെയും സജീവ സാന്നിധ്യമാണ് എണ്ണപ്പാറ പേരിയയിലെ ത്രിവേണി ക്ലബ്ബും ഇതിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന കരിങ്കല്ലിൽ കറുത്തമ്പ് സ്മാരക വായനശാല ഗ്രന്ഥാലയവും. സ്വന്തമായുള്ള ആയിരക്കണക്കിന് പുസ്തകങ്ങൾ കോട്ടം തട്ടാതെ സൂക്ഷിക്കുന്നതിനായി കെട്ടുറപ്പുള്ള ഒരു കെട്ടിടമെന്നത് ഇവരുടെ നാളുകളായുള്ള ആഗ്രഹവും ആവശ്യവുമാണ്. ഇത് നിറവേറ്റാനായി മുന്നിട്ടിറങ്ങുന്നതിനിടയിലാണ് അകാലത്തിൽ മരിച്ച മകന്റെ പറക്കമുറ്റാത്ത 2 മക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടി വന്ന ക്യാൻസർ രോഗബാധിത കൂടിയായ തമ്പായിയമ്മയുടെ കഥനകഥകളും കഷ്ടപ്പാടുകളും ഇവരറിഞ്ഞത്. തെല്ലും വൈകാതെ തന്നെ തങ്ങളാലാകുന്ന വിധം ഈ വയോധികയെയും സഹായിക്കാൻ ഇവർ തീരുമാനിക്കുകയായിരുന്നു. സ്നേഹത്തിന്റെയും സമാശ്വാസത്തിന്റെയും ഈ ഒരു കരുതൽ ധനമാണ് ഗ്രന്ഥാലയം കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള തറക്കല്ലിടൽ ചടങ്ങിൽ വെച്ച് തമ്പായിയമ്മയെ ഏൽപ്പിച്ചത്. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പക്കുട്ടൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ഒരു ഗ്രന്ഥശാല ഒരു പ്രദേശത്ത് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു വിളക്ക്, ഇരുട്ടുള്ള സ്ഥലത്ത് ഒരു വിളക്ക് കൊളുത്തി വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആ നിലയിൽ ഇവിടുത്തെ അജ്ഞതയുടെ അന്ധകാരം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവിടേക്ക് വെളിച്ചം പകരുന്നതിന് വേണ്ടിയിട്ട് വളരെ സഹായകരമായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് ഗ്രന്ഥശാല. ആ ഗ്രന്ഥശാല തുടങ്ങിയതിൻ്റെ ശേഷം തീർച്ചയായിട്ടും അതിൻ്റെ മാറ്റം ഈ പ്രദേശത്തുണ്ടാവും, യാതൊരു സംശയമില്ല. ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് NB ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ P പ്രഭാകരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശൈലജ അയ്യങ്കാവ് തമ്പായിയമ്മയ്ക്കുള്ള ചികിത്സാ ധനസഹായം കൈമാറി. പഞ്ചായത്ത് അംഗം A അനിൽകുമാർ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി AR സോമൻ മാസ്റ്റർ, റിട്ടയേർഡ് പ്രധാനാധ്യാപകൻ P ഗോപി മാസ്റ്റർ, ക്ലബ്ബ് രക്ഷാധികാരികളായ U നാരായണൻ നായർ, P ഗോപാലൻ, ക്ലബ്ബ് സെക്രട്ടറി VV പ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി P കപിൽകുമാർ സ്വാഗതവും ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് P രഘു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാജപുരം.